ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രി എന്നുള്ളൊരു ചാപ്റ്ററാണ്. എന്താണ്? കാർബണൽ കോമ്പൗണ്ട്സ് ആൻഡ് കെമിസ്ട്രി ഓഫ് കാർബണൽ കോമ്പൗണ്ട്സ് ആൻഡ് അമൈൻസ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? കാർബണൽ കോമ്പൗണ്ട്, അമൈൻസ് അടക്കട്ടെ, കാർബണൽ കോമ്പൗണ്ട്സ് എന്താണെന്നുള്ള കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഈ കാർബണൽ ബോണ്ട് എന്ന് പറഞ്ഞ സാധനമുണ്ട്, സി ഡബിൾ ബോണ്ട് ഓ എന്നാണ് ഇതിനെ പറയാം. എന്താണെന്ന് പറയാം? സി ഡബിൾ ബോണ്ട് ഓ. കാർബൺ ആയിട്ട് രണ്ട് ഡബിൾ ബോണ്ട് അല്ല, ഒരു ഡബിൾ ബോണ്ട് ആരുമായിട്ട്, ഓക്സിജൻ ആയിട്ട് ബോണ്ട് ഉണ്ടാക്കിയാൽ അതിനെ എന്താന്ന് പറയാ? കാർബണിൽ ബോണ്ട് എന്നാണ് പറയാ. ഓക്കെ, ഈ ഒരു കാർബണിൽ ബോണ്ട് ഉള്ള കോമ്പൗണ്ടുകളാണ് കാർബണിൽ കോമ്പൗണ്ട്സ്. കാർബണിൽ കോമ്പൗണ്ട്സ് മെയിൻ ആയിട്ട് മൂന്നാളുകളാണ് ഉള്ളത്. കാർബണിൽ ബോണ്ട് ഉള്ള അതിൽ കാർബണിൽ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ഒന്ന് ആൽഡിഹൈഡ്, മറ്റേത് കീറ്റോൺ, പിന്നെന്താണ് കാർബോക്സിലിക് ആസിഡ്സ്. പ്ലസ് ടു പഠിച്ച കാര്യം നിങ്ങൾക്കറിയാം, അതും ഡിസ് മുതൽ പറഞ്ഞിട്ട് ശരിക്കും ശ്രദ്ധിച്ചിരുന്നു. ഓക്കെ, നമ്മള് ഓർഗാനിക് കെമിസ്ട്രിയിൽ എന്താണ് ഈ ഒരു കെമിക്കൽസിനെ കുറിച്ച് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ആൽഡിഹൈഡോ കീറ്റോണോ ആൽക്കഹോളോ അമീൻസോ ഇതൊക്കെ എന്താണ് ഓരോ കോമ്പൗണ്ടുകളാണ്. ഈ കോമ്പൗണ്ടുകളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് നെയിമിംഗ് ആണ്. എങ്ങനെയാണ് ഈ ഒരു കോമ്പൗണ്ടുകൾക്ക് പേരിടല്, അതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. രണ്ടാമതായിട്ട് പഠിക്കേണ്ടത് അതിന്റെ ജനറേഷൻ ആണ്. അതായത് അതിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ ആ ഒരു കോമ്പൗണ്ടിനെ പ്രിപ്പയർ ചെയ്യാം. ഇവിടെ നമ്മൾ കാർബണിക് കോമ്പൗണ്ട്സിന്റെ പ്രിപ്പറേഷൻ പറയുന്നുണ്ട്, ആൽഡിഹൈഡിന്റെയും കീറ്റോണിന്റെയും കാർബോക്സിലിക് ആസിഡിന്റെ ഒക്കെ പ്രിപ്പറേഷൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പഠിക്കുന്നത് കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ഈ ഒരു കാർബണിക് കോമ്പൗണ്ട് ഏതൊക്കെ കെമിക്കലായിട്ട് റിയാക്ട് ചെയ്യും, ഏതൊക്കെ റിയാക്ട് ചെയ്യൂല, അത് റിയാക്ട് ചെയ്യാതൊക്കെ കാരണം എന്താണ്, എന്തുകൊണ്ടാണ് ഇതിനെ കൊണ്ട് മാത്രം റിയാക്ട് ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെയാണ് കെമിക്കൽ റിയാക്ഷൻസിൽ പഠിക്കാനുള്ളത്. ആരൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ പഠിക്കേണ്ടത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. അതിന്റെ എന്താണ് പുറമെ കാണുന്ന ഗുണങ്ങളും കാര്യങ്ങളൊക്കെ, കളർ, നിറം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ പഠിക്കാനുള്ളത് എന്താണ്? കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഏതൊക്കെ കെമിക്കൽ, ഓക്കെ, നമുക്ക് വേണമെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസിന്റെ അടിയിൽ തന്നെ കെമിക്കൽ പ്രോപ്പർട്ടീസിനെ കൊണ്ടുവരാൻ പറ്റും. പക്ഷെ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട കോമ്പൗണ്ട്, അങ്ങനെ പഠിക്കേണ്ട കോമ്പൗണ്ടുകളും ഉണ്ട്. പിന്നെ പഠിക്കേണ്ട അതിന്റെ ആപ്ലിക്കേഷൻ ആണ്. എവിടെയൊക്കെയാണ് ഈ കാർബണിൽ കോമ്പൗണ്ടുകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും എവിടെയാണ് ഉപയോഗിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ പഠിക്കേണ്ടത്. ഏത് കോമ്പൗണ്ട് എടുത്താലും ഈ 5 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതായത് ചില കോമ്പൗണ്ടുകൾക്ക് ചില കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തേണ്ടി വരും. നമ്മൾ സിലബസ് എങ്ങനെ തന്നത് അതിനനുസരിച്ച് ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ പ്ലസ് ടുവിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾക്ക് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഈ ഒരു കാര്യം ഈ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു പോകാൻ പറ്റില്ല. ഞാൻ പഠിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് റിയാക്ഷൻസ് വരുന്ന ഒരു മേഖലയാണ് ഈ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതിൽ നമ്മൾ ഈ ഓർഡർ ആയിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും മെയിൻറ്റെയിൻ ഇങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഭൂരിഭാഗം ആൾക്കും എന്താണ് ഇങ്ങനെ ഓർഡർ ആയിട്ട് ആദ്യം നെയിമിങ്, പിന്നെ പ്രിപ്പറേഷന്, പിന്നെ അതിന്റെ കെമിക്കൽ റിയാക്ഷൻ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ്, ആപ്ലിക്കേഷൻ, ഈ ഒരു ഓർഡറിൽ പഠിച്ചു പോയെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ എക്സാമിന് തലേന്ന് എടുത്തിട്ട് ഇത് ചെയ്യാൻ പറ്റൂ. അപ്പൊ നമുക്ക് ആ ഓർഡറിൽ തന്നെ പോകാം. ഓക്കെ, ഞാൻ പറഞ്ഞ ഫസ്റ്റത്തെ നെയിമിങ്ങും അതേപോലെ തന്നെ ഈ ഒരു ആൽഡിഹൈഡ് എന്താണ്, കീറ്റോൺ എന്താന്നൊക്കെ ഞാൻ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ രണ്ടും കൂടി ഒരുമിച്ച് പറയാം. നെയിമിങ് എന്താ ഒന്നുകൂടി ആയത്തിൽ നമ്മൾ പിന്നീട് പഠിക്കും. ഓക്കെ, അതായത് ഇതിന്റെ ഒരു വേറെ പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യും? പഠിക്കും. ഈ ഒരു പാർട്ടിൽ ഞാൻ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് കാർബണിൽ കോമ്പൗണ്ട് എന്താണ്, കാർബണിക് കോമ്പൗണ്ട്സ് എന്താന്നുള്ളതും, അതേപോലെ തന്നെ ആൽഡിഹൈഡ് എന്താ, കീറ്റോൺ എന്താ, ആ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, കാർബോക്സിലിക് ആസിഡും കൂടി ഉണ്ട് ഇതില്, ഒരു കൂട്ടത്തിൽ വരുന്ന ആളെ ഞാൻ. പക്ഷെ അയാൾക്ക് കുറച്ച് പ്രത്യേകത, അയാൾ കുറച്ച് വെറൈറ്റി സാധനമാണ്. അതുകൊണ്ട് നമുക്ക് ഒന്ന് മാറ്റി നിർത്തിയിട്ട് പിന്നെ അയാളെ കുറിച്ച് കൂടുതൽ പഠിക്കാം. ഫസ്റ്റ് ആൽഡിഹൈഡിന് കീറ്റോൺ, ഇവർ തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവർ രണ്ടിനും ഒരുമിച്ച് പഠിക്കുന്നത്. അതിന്റെ പ്രിപ്പറേഷനിലാണെങ്കിലും കെമിക്കൽ റിയാക്ഷനിലൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് ഉള്ളൂ. അപ്പൊ നമുക്ക് രണ്ടും കൂടി കമ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് സുഖം ആൽഡിഹൈഡും കീറ്റോണും ഒരുമിച്ച് പറയുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഫസ്റ്റ് ആൽഡിഹൈഡും കീറ്റോണും പറയുന്നത്. ഒരു ഓർഗാനിക് കെമിസ്ട്രിയിൽ ഒരു കോമ്പൗണ്ടിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഫസ്റ്റ് അതെന്താണെന്ന് മനസ്സിലാക്കണമല്ലോ അല്ലെ. നെയിമിംഗ് ആണ്, അതിനൊക്കെ മുമ്പ് തന്നെ അതെന്താണെന്ന് മനസ്സിലാക്കണം. ഫസ്റ്റ് നമുക്ക് ഞാൻ ആൽഡിഹൈഡ് എന്താ, കീറ്റോൺ എന്താ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ആൽഡിഹൈഡ്, ഞാൻ എന്താണ് ഒരു ചെയിൻ വരക്കണം. നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഒരു സാധനം എന്ത് പഠിക്കുകയാണെങ്കിലും ഈ ഒരു സാധനത്തിന് നമ്മൾ എവിടെയായിട്ട് മാറ്റി നിർത്താൻ പറ്റാത്ത ആളാണ്. CH3, CH2, CH2, CH3 ഇങ്ങനെ പോണ ആള്. ഓക്കെ, ഇയാൾക്ക് എങ്ങനെ പേരിടുക നിങ്ങൾക്ക്? അതായത് കെമിസ്ട്രിയിൽ ഒന്നിനെ നമ്മൾ മീത് എന്നാ പറയാം, മീത് അല്ലെങ്കിൽ മെത് എന്നാ പറയാം. രണ്ടിന് ഈത്, പിന്നെ പ്രൊപ്പ്, 3 പ്രൊപ്പ്, 4 ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, നൊണ്ണ്, ഡെക്ക്. അങ്ങനെ ഡെക്ക് എന്ന് പറഞ്ഞാൽ 10, പിന്നെ അണ്ടക്ക്, ഡോട്ടക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്.
അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് അവിടെ വെക്കാം. 10 വരെയുള്ള നമ്പറുകളൊക്കെ ഒന്ന് എന്ത് ചെയ്യാം, പറയാം. ഓക്കെ, അങ്ങനെയാണ്. ഇപ്പൊ ഏത് പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നൊണ്ണ്, ടെക്, അതാണ് 10 വരെയുള്ള കാര്യങ്ങൾ. അത് ജസ്റ്റ് എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വെക്കണം. 1, 2, 3 10 വരെ എണ്ണ ഇടുക. അവിടെ എന്താ അതിന് പാരലായിട്ടൊരു ലൈൻ വരച്ചിട്ട്, പാരലോ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ട് ലൈൻ വരച്ചിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു കാര്യങ്ങൾ എഴുതി വെക്കുക. ഈത് എന്താണ്, ഇത് പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നൊണ്ണ്, ടെക് 10 വരെ കേട്ടോ. പിന്നെ 11, 12 ഒക്കെ ഉണ്ട്, നമുക്ക് ഇപ്പൊ ആവശ്യമില്ല. ആവശ്യം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ പറയാം കേട്ടോ. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് എഴുതി വെക്കുക. പിന്നെ ഇതിന്റെ പേര് നമ്മള് ഈ ഒരു ആൽക്കിൽ, അതായത് CH3, CH2, CH2, CH3 എന്ന 6 ഗ്രൂപ്പുകളാണ് വരുന്നത്. ഇത് നമ്മൾ ജനറൽ ആയിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, 6. ഓക്കെ, 6 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതൊരു കാർബൺ ചെയിൻ ആണ്, കാർബണോ ഹൈഡ്രജൻ ഉള്ള ചെയിൻ ആണ് 6, അല്ലെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പ്. ഓക്കെ, അതാണ് കാർബൺ ചെയിൻ. ഇതിനെ നമ്മൾ എ എന്ന് പറഞ്ഞിട്ടാണ് ഈ നമ്പറിൽ സൂചിപ്പിക്കുക. അതായത് മീഥേൻ, പ്രൊപ്പേൻ, ബ്യൂട്ടേൻ, പെന്റേൻ, അങ്ങനെ പോവാം. അപ്പൊ ഇവിടെ എത്ര കാർബൺ ഉണ്ട്, ഇത് നമുക്ക് എന്തെങ്കിലും ഒന്ന് നമ്പർ ഇട്ടോക്കാം. നെയിമിംഗ് ആയിട്ട് പറയാൻ പോകുന്ന ആൾഡിഹൈഡ് കീറ്റോൺ ഞാൻ പറഞ്ഞേക്കാം. 1, 2, 3, 4 4 കാർബൺ ഉള്ളത്. അതുകൊണ്ട് ഇയാളെ പേരാണെന്ത്, ബ്യൂട്ടേൻ. ഇയാളുടെ പേര് ബ്യൂട്ടേൻ. എല്ലാവർക്കും അറിയാത്ത ആളുകളായിരിക്കുന്നു നെയിമിംഗ് പഠിക്കുക. ഓക്കെ, ഈ ഒരു സംഭവത്തില് ഈ ഒരു CH3ക്ക് പകരം ഈ ഒരു ഞാൻ ഒന്നുകൂടെ ഇറക്കുന്നുണ്ട്. CH3, CH2, CH2, പിന്നെ C. ഈ ഒരു H3ക്ക് പകരം ഒരു ഹൈഡ്രജനും ഒരു ഓക്സിജനും വന്നു കഴിഞ്ഞാൽ ഇയാളുടെ പേര് മാറും. ഇങ്ങനെ തല വെട്ടിയിട്ട് ഞാൻ CHO കൂടുതൽ തല ഫിറ്റ് ചെയ്തു, അപ്പൊ അയാളുടെ പേര് ഡ്രസ്സൊക്കെ മാറും. അയാൾ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ആൽഡിഹൈഡ്. എന്താ പറയാ, ആൽഡിഹൈഡ്. അപ്പൊ ഒരു കോമ്പൗണ്ടിന്റെ കൂടെ അല്ലെങ്കിൽ ഒരു കാർബൺ ചെയിന്റെ കൂടെ CHO എന്ന് കണ്ടോ, അയാൾ ഒരു ആൽഡിഹൈഡ് ആയിരിക്കും. ആൽഡിഹൈഡിനെ എങ്ങനെ പേരിടാം, ആൽഡിഹൈഡിനെ പേരിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഇയാൾ എത്ര എണ്ണണം. ഓക്കെ, എന്താണ്, 1, 2, 3, 4 കാർബൺ ഉണ്ട്. നമ്പർ എപ്പോഴും ഗ്രൂപ്പ് 1 തുടങ്ങണം കേട്ടോ. ഇനിയിപ്പോ ഈ ഗ്രൂപ്പ് ഇവിടേക്കാണെന്ന് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് എണ്ണി പോകണം. അത് ഇവിടുന്നാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് എണ്ണണം. ഓക്കെ, കൂടുതലും ഈ തലത്തിലുള്ള നെയിമിംഗ് ആണ് നമുക്ക് വരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഇങ്ങനെ എണ്ണി പോകാം. ഓക്കെ, ഇവിടെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും ഒക്കെ തന്നെ. ഞാൻ ഇങ്ങനെ എന്നാലൊക്കെ ഞാൻ തന്നെ അല്ലേ, അതേമാതിരി. ഓക്കെ, അപ്പൊ ഇതെന്താണ്, ആൽഡിഹൈഡ് ആണ്. ഇയാളെ പേരിടല് എന്താണ്, അപ്പൊ ഫസ്റ്റ് ബ്യൂട്ടേൻ എഴുതിയില്ലേ, അതിൽ ഈ മാറ്റിയിട്ട് ആൾ നാക്കുക. ആൽഡിഹൈഡ് ആയ ആൾ. അപ്പൊ ഇതിന്റെ പേരെന്താണ്, ബ്യൂട്ടനാൽ. അത്രേ ഉള്ളൂ. ഇയാളുടെ പേര് മനസ്സിലായല്ലോ, ബ്യൂട്ടനാൽ. അപ്പൊ ഇയാളാണെന്ത്, ആൽഡിഹൈഡ്. അങ്ങനെയാണ് ഈ കീറ്റോൺ എന്ന് പറഞ്ഞാൽ എന്തേക്കാരം, ഞാൻ വീണ്ടും ഈ കോമ്പൗണ്ടിനെ വരയ്ക്കുന്നുണ്ട്. CH3, CH2, CH3. ഓക്കെ, ഇങ്ങനെ സാധനം വരച്ചിട്ടുണ്ട്. ഇതെന്താണ്, ഇവിടെ ഹൈഡ്രജൻ വരച്ചില്ല, വരക്കാനൊക്കെ കാരണമുണ്ട്. കീറ്റോൺ എന്താണെന്ന് പറയാനാണ്. ഓക്കെ, അതിന് മുമ്പ് വേറൊരു കാര്യം, കാർബൺ. നിങ്ങൾ ഈ കാർബൺ അറിയാം, ഇതാണ് കാർബൺ. കാർബൺ എന്ന് പറയുന്ന സാധനത്തിന് ഔട്ടർമോസ്റ്റ് ഷെല്ലില് 4 ഇലക്ട്രോൺ ഉണ്ട്. അല്ലെങ്കിൽ ഈ ഒരു കാർബണിന് 4 ആറ്റങ്ങളെ ഇതിന്റെ മേത്ത് പിടിച്ചേക്കാൻ പറ്റും. ദാറ്റ് ഈസ് കാർബൺ ഈസ് എ നാക്കാലി. കാർബൺ എന്താണ്, 4 കാലുള്ള സാധനമാണ്. ഉണ്ടോ, ഇങ്ങനെ 4 കാല്. ഇതിന് 4 വാലൻസി ഉണ്ട്. ആ വാലൻസിക്കൊക്കെ എന്ത് ചെയ്യും, ഹൈഡ്രജന്മാരോ അല്ലെങ്കിൽ ഏത് ഫങ്ഷൻ ഗ്രൂപ്പോ വരും. ഓക്കെ, അപ്പൊ അതെന്താണ്, ഞാൻ ഇവിടെ ഹൈഡ്രജൻ ആക്കാം. ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്. ഇത് നമ്മൾക്ക് ഇട്ടി പരത്തി ചെയ്തതാണ്. ചുരുക്കി എഴുതി കഴിഞ്ഞാൽ ഇവന്റെ പേര് എങ്ങനെ ആക്കാൻ പറ്റും, CH4 എഴുതാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു ഹൈഡ്രജന്റെ അടുത്ത് 1 ഇലക്ട്രോൺ ഉണ്ട്. ആ 1 ഇലക്ട്രോണെ ഈ കാർബണിന് ഷെയർ ചെയ്തു. കാർബൺ 1 ഇലക്ട്രോണെ ഹൈഡ്രജന് ഷെയർ ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു ബോണ്ട് ഉണ്ടായത്. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. ഓക്കെ, നിങ്ങൾ നമുക്ക് ബാക്കിയുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ബോണ്ട് എന്താണ്, ഈ ഹൈഡ്രജൻ ഒരു ഹൈഡ്രജൻ ആകെ 1 ഇലക്ട്രോൺ ഉള്ള ഇലക്ട്രോൺ കാർബണിന് കൊടുത്ത്, കാർബൺ അതിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള 1 ഇലക്ട്രോൺ ഹൈഡ്രജൻ കൊടുത്ത് രണ്ടാക്കും. എന്താ കുഴപ്പമില്ല, ഒക്കെ ഒരു സെറ്റായി. ഓക്കെ, അപ്പൊ അതാണ് കാർബണും ഹൈഡ്രജൻ തമ്മിലുള്ളത്. അതേപോലെ തന്നെ ഇവിടെ അങ്ങനെ തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ കാർബൺ എന്താണ്, കാർബൺ ഈസ് എ നാക്കാലി. പക്ഷെ കാർബൺ ഈസ് നാക്കാലി എന്ന് എഴുതിച്ചാല്
ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഉത്തരം എഴുതാൻ പറ്റൂല. നമ്മൾ എന്ത് ചെയ്യണം? കാർബൺ ഹാസ് 4 വാലൻസി തന്നെ എഴുതി വെക്കണം. ബേസിക് ആയിട്ട് കാര്യമാണ്. പ്രത്യേക നോട്ടാക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാത്ത കാര്യമാണെങ്കിൽ എന്ത് ചെയ്യണം? എഴുതി വെക്കണം. ഓക്കെ. അപ്പൊ ഇവിടെ CH എന്ന് എഴുതിയ കാര്യങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു ഹൈഡ്രജൻ വട, ഒരു ഹൈഡ്രജൻ വട, ഒരു ഹൈഡ്രജൻ വരെ, ടോട്ടൽ 3 ഹൈഡ്രജനോട് CH3 എഴുതി. ഇവിടെ CH2 എഴുതി. കാരണം ഇവിടെ ഈ കാർബണായിട്ട് ബോണ്ടാണ്, ഈ കാർബണായിട്ട് ബോണ്ടാണ്, പിന്നെ ആകെ 2 ഹൈഡ്രജന്മാർക്ക് വെക്കാനുള്ള സ്ഥലമുള്ളൂ. അതുകൊണ്ടാണ് ഇയാളെ CH2 എന്ന് വിളിച്ചത്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു കാർബൺ ചെയിൻ ഇങ്ങനെ വരക്കുമ്പോൾ അതിന് നടുക്ക് നിൽക്കുന്ന ആളുകളൊക്കെ CH2 ആയിരിക്കും. ഏറ്റവും അറ്റത്ത് നിൽക്കുന്നവർക്ക് 3 ഹൈഡ്രജനെ വെക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. കാരണം നടുക്ക് നിൽക്കുന്ന ആൾക്ക് 2 അങ്ങനെയൊക്കെയാണെങ്കിൽ 2 എന്തുണ്ടാവും? കാർബൺ അപ്പുറത്തും പുറത്തുണ്ടാവും. അപ്പൊ എന്റെ മുകളിലും അടിയിലും മാത്രം എന്ത് നിൽക്കാൻ പറ്റുള്ളൂ? ഹൈഡ്രജൻ നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നടുക്കുള്ള ആൾക്ക് എന്തുണ്ടാവുക? 2 ഹൈഡ്രജന്മാരെ പിടിച്ചേക്കാൻ പറ്റുക. പക്ഷെ അറ്റത്ത് നിൽക്കുകയാണെങ്കിലോ എനിക്ക് ഇങ്ങനെ ഒരു കൈയുണ്ട്, മുകൾക്ക് കൈയും അടിക്കൊരു കൈയുണ്ട്. ഈ കൈ മാത്രം എന്തുള്ളൂ? വേറെ ഹൈഡ്രജനായിട്ട് വേറെ കാർബണായിട്ട് ബോണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് 3 ഹൈഡ്രജന്മാർക്ക് നിൽക്കാൻ പറ്റും. CH3 അതുകൊണ്ടാണ്. പക്ഷെ ഞാൻ ഇവിടെ ഒരു കാർബൺ മാത്രം വരച്ചിട്ടുണ്ട്. ഞാനിവിടെ എന്താണ് ഇങ്ങനെ സാധനം വരക്കാണ്. ഡബിൾ ബോണ്ട് ഓ, ഒരു ഡബിൾ ബോണ്ട് ഓ വരച്ചു. അപ്പൊ ഇയാളെ പേര് മാറും. ഇയാളാണ് എന്ത്? കീറ്റോൺ. അപ്പൊ എന്ത് ചെയ്തു? ഞാൻ എന്ത് ചെയ്തു? CHO മാറ്റി ഇവിടെ C ഡബിൾ ബോണ്ട് ഓ. ഇങ്ങനെ സാധനത്തിനെ കണ്ടു കഴിഞ്ഞാൽ അയാൾ ആരാണ്? കീറ്റോൺ ആണ്. കീറ്റോൺ കുടുംബത്തിൽപ്പെട്ട ആളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഇയാളെ പേരിടാം. നമ്മൾ പേരിടുമ്പോൾ എണ്ണാൻ തുടങ്ങേണ്ടത് ഈ ഭാഗത്തുനിന്നാണ്, ഈ ഭാഗത്തുനിന്നാണ് എണ്ണാൻ തുടങ്ങേണ്ടത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഫങ്ഷണൽ ഗ്രൂപ്പ് നമ്മൾ ഇവിടുന്ന് എന്താണ് 1, 2 രണ്ടാമത്തെ കാർബൺ, അതായത് ഈ അറ്റത്താണ്, ഈ ഒരു ഭാഗത്തേക്കാണ് ഇവന് ചായ്വ് കൂടുതൽ. കാരണം ഈ ഒരു ഭാഗത്താണ് ഇവനുള്ളത്. ഇവിടുന്ന് 1, 2 മൂന്നാമത്തെ കാർബണിലാണ് ആര് നിൽക്കുന്നത്? ഈ ഒരു ഓക്സിജൻ നിൽക്കുന്നത്. അപ്പൊ ഈ ഫങ്ഷണൽ ഗ്രൂപ്പിന് പ്രാധാന്യം കൊടുക്കണം. അപ്പൊ നമ്മൾ അവിടുന്ന് എണ്ണിപ്പോരണം. 1, 2, 3, 4 കാർബണിനാട്ടോ നമ്പർ ഇടുന്നത്. 4 കാർബൺ ഉണ്ട്. അപ്പൊ ഞാൻ എന്താണ് സാധാരണ നമ്മള് അതിനെ 4 കാർബൺ ഉള്ളതിന് ബ്യൂട്ടേ എന്നാണ് പറയാ. അപ്പൊ ഞാൻ ആദ്യം തന്നെ എന്താണ് ബ്യൂട്ട്, കളർ മാറ്റിയതാണല്ലേ, ബ്യൂട്ട്. ഞാൻ ബ്യൂട്ടാൻ ഇട്ടിട്ടില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ്, എന്റെ പെരോട് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അയാൾ സ്ഥലം പറഞ്ഞു തന്നെ എന്നെങ്കിലും നമുക്ക് അയാളെ പെരേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ എന്താണ് അതേപോലെ തന്നെയാണ് ഇയാളെ കാര്യം. ഈ ഒരു ഓടെയാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് ഓടെയാണ് നിൽക്കുന്നത്. നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ഇവിടെ എന്ന് വെച്ചാൽ എല്ലാവർക്കും നോൺ ആണ്. കാരണം ഒന്നാമത്തെ കാർബണിലാണ് എഴുതി വെച്ച കുഴപ്പമില്ല. കെമിസ്ട്രിക്ക് ഒന്നിനോട് എന്തോ ഒരു വൈരാഗ്യമുണ്ട്. അതാണ് നമ്മൾ ഒന്നിനെ സാധാരണ എഴുതല്ല. പക്ഷെ ഇവനിവിടെ നിൽക്കുന്നത് രണ്ടാമത്തെയുമിലാണ്. അതുകൊണ്ട് നമ്മൾ എന്താണ് 2 നിൽക്കും. രണ്ടാമത്തെ കാർബണിലാണ് ഇവ നിൽക്കുന്നത്. പിന്നെ ബ്യൂട്ടാൻ 2. ഇവിടെ ആൾഡിഹൈഡ് നമ്മൾ ആൽ എന്നാ വിളിക്കല്. ഓക്കെ. ഇവന് ഓൻ എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? ഓൻ എന്നാ വിളിക്കുക. ഇനി നേരെ വെച്ച് OH ആവുന്നെങ്കിൽ ആൽക്കഹോൾ ആണെങ്കിൽ ഓൾ എന്നാ വിളിക്കുക. അപ്പൊ ഇവിടെ എന്താണ് ബ്യൂട്ടാൻ 2 ഓൺ. ഇങ്ങനെയാണ് ഈ ചങ്ങാതിന്റെ പേരിടല്. ബ്യൂട്ടാൻ 2 ഓൺ. ജസ്റ്റ് നമ്മൾക്ക് ഉള്ള നമ്മുടെ എയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പേരിടലല്ല, എന്താണ് ആൽഡിഹൈഡ്, എന്താണ് കീറ്റോൺ എന്ന് മനസ്സിലാക്കലാണ്. അപ്പൊ ആ കാര്യം എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇവര് രണ്ടാളുള്ള കോമൺ ആയിട്ടുള്ള ആളാണ് ആര്? C ഡബിൾ ബോണ്ട് O. അതുകൊണ്ടാണ് ഇവരെ രണ്ടാളും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒറ്റൊരാളാക്കി നമ്മള് 2 ഒപ്പരം പഠിച്ചു പോണത്. ഒറ്റൊരാൾക്കല്ല, 2 കൂടി ഒപ്പരം പഠിച്ചു പോണത്. അതുകൊണ്ടാണ് ഇവരുള്ള ആളാണ് C ഡബിൾ ബോണ്ട് O. ഈ ചങ്ങാനെ പരിചയപ്പെടലാണ് നമ്മള് എയിം എന്ന് പറയുന്നത്. ഓക്കെ. അതാണ് കാർബണിൽ ബോണ്ട്. നമ്മള് കീറ്റോണിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു സാധനത്തിന് R എന്ന് വെച്ചിട്ട് സൂചിപ്പിക്കുക എന്ന് പറഞ്ഞു. ഈ ഒരു ചെയിനിനെ R എന്ന് വെച്ചിട്ട് സൂചിപ്പിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിവിടെ R എഴുതി. അതേപോലെ ഈ ചങ്ങായി ആറാണല്ലോ, ഇവൻ വേറൊരു ആറാണ്. ഇനി R' എന്ന് വിളിക്കേ, എന്ത് R2 എന്ന് വിളിക്കുന്നത്? R' വിളിച്ചു, കുഴപ്പമില്ല. ഇതാ ഞാൻ എന്ത് ചെയ്തു? ഇങ്ങനെ വരച്ചു. അതേപോലെ മറ്റേ ആറിനെ ഞാൻ ഇവിടെയും വരച്ചു. പിന്നെ ആരാള്? ഈ കാർബൺ ഉള്ളത്. ഈ 2 കാർബണായിട്ട് ബോണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു കാർബൺ വരച്ചു. പിന്നെ ഒരാളും കൂടി ഉണ്ടല്ലോ, മുകൾക്ക് ഡബിൾ ബോണ്ട് O. ഇയാളാണ് കീറ്റോൺ. കീറ്റോണിന്റെ ഈ ഒരു ബോണ്ടിനെ ഇങ്ങനെയാണ് സൂചിപ്പിക്കല് കേട്ടോ. കീറ്റോണിന്റെ കാർബണിൽ ബോണ്ടിനെ ഇങ്ങനെയാണ് സൂചിപ്പിക്കല്. ഇനി ഈ ഒരു 6 മാറി ഹൈഡ്രജൻ വരികയാണ് വിചാരിച്ചോ. ഇതാ ഈ ഒരു ചെയിൻ നോക്കിയാണെങ്കിൽ ഇതവിടെ CHO. ഞാൻ ആദ്യം തന്നെ എന്താണ്, ഈ ചങ്ങായി 6 ആണല്ലോ അല്ലെ, ഇവന്റെ എന്താണ് 6. അപ്പൊ ഞാൻ എന്താണ് ഇവിടെ വരക്കാട്ടോ, ഇവിടെ വരക്ക, ഇവിടെ സ്ഥലം കൂടുതലുള്ളത്. ഞാൻ എന്ത് ചെയ്തു? ആദ്യം ഈ ഒരു 6നെ ഇവിടെ അടിവരിച്ചു. ഓക്കെ. പിന്നെ ആരാ ഉള്ളത്? പിന്നെ കാർബൺ ഉള്ളത്. കാർബൺ നേരത്തെ വെച്ചതിന് മുകളിൽ വരച്ചു. പിന്നെ നമുക്ക് ബാക്കിയുള്ള ഒരാള് ഹൈഡ്രജൻ ആണ്. ഈ ഒരു ഹൈഡ്രജൻ കേട്ടോ.
ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരക്കട്ടോ, ഇത് നീട്ടി വെച്ചാൽ കുഴപ്പമില്ല. സി ഡബിൾ ബോണ്ട് ഓ എച്ച്. ഈ ഒരു ഓക്സിജൻ ആണ് ഇതിന് മോൾക്ക് എഴുതി, ഹൈഡ്രജൻ നീട്ടി എഴുതി, ബോണ്ടുകളൊക്കെ കാണിച്ച് എഴുതി. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ ഒരു ഹൈഡ്രജൻ വരും, അതേപോലെ ഓക്സിജൻ മുകൾക്കും വരും. അപ്പൊ ഈ ഒരു R മാറി ഇവിടെ ഒരു എച്ച് അല്ലെങ്കിൽ ഒരു R' മാറി ഇവിടെ എച്ച് വരികയാണെങ്കിൽ നമ്മൾ തിരിച്ചെഴുതാം. ആറും എച്ച്. ഈ ഒരു R മാറി ഇവിടെ എച്ച് വരികയാണെങ്കിൽ അയാള് ആൽഡിഹൈഡ് ആണ്. അപ്പൊ ഈ ഒരു സ്ട്രക്ചറോട് കണ്ടാലും അത് ആൽഡിഹൈഡ് ആണെന്നും ഈ ഒരു സ്ട്രക്ചറോട് കണ്ടാലും അത് കീറ്റോൺ ആണെന്നും മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്താ ഇവരെ എന്താണ് ഒന്നുകൂടി ചൊറുക്കൂട്ടിയ രൂപം ഉണ്ട് ഇവർക്ക്. ആ ഒരു രൂപം കൂടി പഠിപ്പിച്ചു തരാം കേട്ടോ. അതായത് ഇനിയിപ്പോ ഇവിടെ വരക്കഥ നമുക്ക് ആദ്യം ഇവനെ പരിചയപ്പെടും. ഞാൻ ആദ്യം സി എഴുതി, സി ഡബിൾ ബോണ്ട് ഓ. ഇവനെ കുറിച്ച് വന്ന ഇങ്ങനെ വെച്ചു കേട്ടോ, അല്ലെ? ഇങ്ങനെയൊക്കെ ആളെ ഞാൻ ഇങ്ങനെ ചരിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് സി ഡബിൾ ബോണ്ട് ഓ. പിന്നെ ഈ ഒരു കാർബണില് ഞാനൊരു മറ്റേ ജിമ്മിലൊക്കെ കാണല്ലേ, ഏത് ഡംബല് എന്നതിന്റെ പേര് ഇതാ, ആ സാധനം വരച്ചു. ഓക്കെ, അതെന്താണ് പി ഓർബിറ്റൽ ആണ് കേട്ടോ. നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പി ഓർബിറ്റൽ. എസ് ഓർബിറ്റൽ ആണെങ്കിൽ അത് സ്ഫിയർ ആയിക്കാരം. ഇതെന്താണ് പി ഓർബിറ്റൽ ആണ്. ഓക്കെ, അത് ഇവിടെ ഇതെന്താണ് ഒരു സാധനം വരച്ചു. പിന്നെ നമുക്ക് ഇനി എന്തൊക്കെ വരക്കാണ്ട്? കാർബണും ഓക്സിജനും വരച്ചു, പിന്നെ ഹൈഡ്രജനും R വരക്കണം. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഇങ്ങനൊരു സാധനം വരക്കണം കേട്ടോ. ഇവിടെ ഇങ്ങനെ സാധനം, ഇവിടെ ഇങ്ങനെ ഹൈഡ്രജൻ വരച്ചു. ഈ ഒരു ബോണ്ടാണ് ഇങ്ങനെ വരച്ചത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരച്ചത്? ഈ ഒരു സാധനം 3 ഡയമെൻഷണൽ രൂപമാണ്. അതായത് ഞാനിപ്പോ എന്റെ കയ്യിനെ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കാർബൺ, ഇതെന്താണ് ഓക്സിജൻ. ഇവിടെ രണ്ടും ഞാൻ എന്ത് ചെയ്തു, ബോണ്ട് ചെയ്തിട്ട് സി ഡബിൾ ബോണ്ട് ഓൺ. അതേപോലെ ഇവിടെ എന്തുണ്ട്, sp2 ഇവിടെ എന്തുണ്ട്, ഒരു ഡബിൾ ഷേപ്പിലുള്ള ഒരു പി ഓർബിറ്റൽ വരച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് നിങ്ങളെ ഭാഗത്തേക്ക് ഈ വാലിഡേറ്റ് ഇവിടെ ഹൈഡ്രജൻ വെച്ചു. അതേപോലെ ഇന്റെ ഭാഗത്തേക്ക് നിൽക്കണ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്തേക്ക് എന്ത് വെച്ചു, ഞാൻ ആറിനെയും വെക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ എന്താണ്, നമ്മളെ ഭാഗത്തേക്കാണ് ഇയാൾ നിൽക്കുന്നത്. അതായത് ഈ ഒരു ബോർഡിന്റെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണെന്നുള്ള ആ ഒരു കോലത്തിൽ നമ്മൾ വരച്ചേക്കാണ്. അതുകൊണ്ടാണ് അതിനെ അങ്ങനെ വരച്ചത്. ഇനി നമ്മൾ എവേ, അതായത് നമ്മളിൽ നിന്ന് ദൂരെ പോണ ഒരു ബോണ്ട് നമ്മൾ ഇങ്ങനെ വരയ്ക്കല്. ഓക്കെ, ജസ്റ്റ് ഓക്കെ, ഇങ്ങനെ വരയ്ക്കല്. away from the carbon, away from the observer, R. ഇതെന്താണ് 3 ഡയമെൻഷണൽ എന്താണ് ഓറിയന്റേഷൻ ഓഫ് ആൽഡിഹൈഡ് CHO. 3 ഡയമെൻഷനിൽ അയാൾ അങ്ങനെയാണ് വരയ്ക്കല്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അങ്ങനെയാണെങ്കിൽ മറ്റേത് എന്തേക്കാരം, കീറ്റോണോ ഹൈഡ്രജൻ പോയി R വരുന്നു മാത്രമേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ വരച്ചു നോക്കാം. ഇവിടെ വരക്കാം സി ഡബിൾ ബോണ്ട് ഓ. ഇവിടെ ഓർബിറ്റൽ ഉണ്ട്, ഇവിടെ R വരും. ഹൈഡ്രജൻ അല്ല, കീറ്റോൺ ആയതുകൊണ്ട് തന്നെ ഇവിടെയും R. ഒന്ന് R ആക്കി വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇതിനൊന്നും നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ഷെയ്ഡ് ചെയ്ത് വെക്കണേ. ഈ ഒരു ഓർബിറ്റൽ അല്ലെങ്കിൽ ഓർബിറ്റൽ നമുക്കടാവും. ഓർബിറ്റൽ 2 അറിയണ്ട നമുക്ക്. അപ്പൊ എന്താണ് ഈ ഒരു ഓർബിറ്റൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ അതാണ് എന്ത് 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് ഓഫ് 3 ഡയമെൻഷണൽ ഓറിയന്റേഷൻ ഓഫ് കീറ്റോൺ. ഓക്കെ, അപ്പൊ അതുമായി. അപ്പൊ ആൽഡിഹൈഡ് എന്താണ്, കീറ്റോൺ എന്താണ്, അതിലുള്ള കാർബണൽ ബോണ്ടാണ് നമുക്ക് മനസ്സിലായി. ഈ ബോണ്ട് കടന്നിട്ടാണ് കളിക്കാൻ പോകുന്നത്. ഈ ബോണ്ടാണ്, ഈ ഒരു സാധനമാണ് ഇനി ഫുൾ ഉള്ളത്. ഈ ഒരു സാധനം വെച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന്റെ കെമിക്കൽ റിയാക്ഷൻ ഇതെങ്ങനെ റിയാക്ട് ചെയ്യും. കാരണം ഈ ഒരു സാധനമാണ് ഈ ഒരു ആൽഡിഹൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ആ ആൽഡിഹൈഡ് നമ്മൾ ജനറലി റെപ്രസെന്റ് ചെയ്തത് ഇങ്ങനെയാണ്. ഇങ്ങനെ വരയ്ക്കേണ്ടത് 2 ഡയമെൻഷനിലാണ് ഇങ്ങനെ വരയ്ക്കേണ്ടത്. ഓക്കെ, ഇത് 2D രൂപമാണ്, അത് 3D രൂപമാണ്. നമ്മൾ സാധനം പിടിച്ച് നിങ്ങൾ കൈക്ക് എടുക്കുകയാണെങ്കിൽ സ്പേഷ്യൽ ഓറിയന്റേഷൻ ആണ്. അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഇങ്ങനെയാണ് കാണാൻ പറ്റുക. ഓക്കെ, അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എന്താണ് ആൽഡിഹൈഡ്, എന്താണ് കീറ്റോൺ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിലുള്ള ബോണ്ട് എന്താണുള്ളൂ. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്തുമ്പോൾ ഇങ്ങനെയുള്ള കാര്യം എഴുതിയേക്കണം. ഫസ്റ്റ് തന്നെ എന്ത് എഴുതി കൊടുക്കണം, എന്താണ് ആൽഡിഹൈഡ്, എന്താണ് കീറ്റോൺ. ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. എന്താണ് CHO ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അത് ആൽഡിഹൈഡ് ആണ്. CO ഗ്രൂപ്പ് വന്നാൽ കീറ്റോൺ ആണ്. അതുകൊണ്ട് ഇങ്ങനെ എഴുതിച്ചാൽ മതി, ആൽഡിഹൈഡ്സ് ആർ ദി കോമ്പൗണ്ട്സ് ഹാവിംഗ് CHO ഗ്രൂപ്പ് വിത്ത് ദം.
ആൻഡ് ketones are the compounds having CO group with them. ആ ഒരു ഡെഫിനിഷൻ കൊടുക്കാം. ഹെഡിങ് ഇതാണ് കേട്ടോ, കാർബണിൽ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ കാർബണിൽ ബോണ്ട് നമുക്ക് ഹെഡിങ് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു സ്ട്രക്ചർ വരച്ചെടുക്കുക. ഈ ഒരു സ്ട്രക്ചറും അതേപോലെ തന്നെ ഈ ഒരു സ്ട്രക്ചറും വരച്ചു കൊടുക്കുക. അതിന്റെ താഴെയായിട്ട് ഈ രണ്ട് സ്ട്രക്ചർ വരച്ചു കൊടുക്കുക. നോട്ടും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. ഓക്കെ, അത് വരച്ചു കഴിഞ്ഞാൽ എന്താണ് ആൾഡിഹൈഡ്, എന്താണ് കീറ്റോൺ എന്നുള്ള കാര്യങ്ങൾ പക്കയായി. ഒറ്റ പേജിൽ കൊള്ളിക്കാവുന്ന കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഒരുപാട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ചോദിച്ചു പോകണം. ഓർഗാനിക് കെമിസ്ട്രി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കൈൻ്റെ ഉള്ളിലേക്ക് ആക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് നമുക്ക് ഒരുമിച്ച് പറയണം, പഠിക്കാം. താങ്ക് യു.